ഇല്ല കൊള്ളാം. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ഹിന്ദി സിനിമകളിൽ ഒരു വേറെ സിനിമ പോലെ ഫീൽ ചെയ്തത്. കാനഡയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നില്ല. അതിന്റെ പകുതി പോലും കാണിച്ചിട്ടില്ല പടം. അതിനേക്കാൾ എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എനിക്കങ്ങനെ अच्छा है बस और क्या बोले. അല്ല അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും ക്ലാസിക്കാണ്. ഇല്ല കൊള്ളാം. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് കൊള്ളാം, നല്ല डंकी मूवी कॉमेडी मूवी सुपर वेरी नाइस. അടിപൊളി പടം, എല്ലാവരും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. സൂപ്പർ പടം. സ്റ്റോറി കുറച്ച് വെറൈറ്റി ഉണ്ട്. തിരിച്ചു വരാൻ പറയാൻ പറ്റത്തില്ല, പക്ഷേ പടം കൊള്ളാം. ഇവർ ഈ ടീസറിലും ട്രെയിലറിലൊക്കെ ഒന്നും അതിന്റെ പകുതി പോലും കാണിച്ചിട്ടില്ല പടം. അതിനേക്കാൾ മുകളിലുണ്ട്. കിട്ടില്ല എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഫുള്ള് കോമഡിയും കാര്യം. സെക്കൻഡ് ഹാഫിലാണ് മറ്റേ ഈ ഡങ്കി ക്രോസ് ചെയ്യണ ആ രീതിയിലോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. കിട്ടില്ലെന്ന് വെച്ചാൽ കണ്ടോ ലാസ്റ്റൊക്കെ കുറേ ഇമോഷണൽ ടച്ചും കാര്യങ്ങളിലോട്ട് മാറ്റും, അരികിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പ്രതീക്ഷയായിരുന്നു ഷാരൂഖ് ഖാൻ്റെ എല്ലാ പടം പോലെ തന്നെ. ജവാന്റെ പോലെ തന്നെ ആ ഒരു പ്രതീക്ഷ കീപ്പപ്പ് ചെയ്തു. കുഴപ്പമില്ല കേട്ടോ, ഒരു ഹാംലെസ് വാച്ച്. അങ്ങനെയൊന്നുമില്ല, പുള്ളിയുടെ പ്രീവിയസ് വർക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ആ ഒരു ട്രെയിലറിനെ എലാബറേറ്റ് ചെയ്തൊരു മൂവി ആക്കിയിട്ടുള്ളത്. കാരണം ഓൾറെഡി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ 2 വർഷം. അപ്പം അതൊക്കെ വെച്ചോ ഹിറ്റ് ആവുമായിരിക്കും. ഇനി ഡിപ്പെൻഡ്സ് അപ്പോൺ സലാറായിരിക്കും നാളത്തെ, അത് വെച്ചായിരിക്കും ബോക്സ് ഓഫീസൊക്കെ റെക്കോർഡ്. പക്ഷേ ഹാംലെസ്, ഒരു ഫാമിലിക്ക് പറ്റിയ ഹാംലെസ് വാച്ചാണ്. പടം അടിപൊളിയായിരുന്നു. ഒരു ഫീൽ ഗുഡ് പടം. എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മുടെ രാജ്കുമാർ ഹിരാനിയുടെ പഴയ പടമൊക്കെ കണ്ടിട്ടില്ലേ, PK, 3 Idiots, അതെല്ലാം പോലെ തന്നെ അടിപൊളി പടമായിരുന്നു. പിന്നെ ഷാരൂഖ് ഖാൻ്റെ, വിക്കി കൗശലിൻ്റെ എല്ലാവരുടെയും പെർഫോമൻസും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അടിപൊളി പടമാണ്. പിന്നെ ഈ UK കാനഡയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നില്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പടം ആയതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 1000 കോടി പോകുമെന്ന് അറിയില്ല, കാരണം ഇതൊരു ഫീൽ ഗുഡ് പടമാണ്. മറ്റേ ജവാനും പത്താനും പോലത്തെ ഒരു പടമല്ല, ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ ഒരു പ്രതീക്ഷ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല പടമാണ്. ഷാരൂഖ് ഖാൻ്റെ സിനിമ ലൈക്ക് എപ്പോഴും നമ്മൾ അടിപിടി സീൻസൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ ഇമോഷൻ സിനിമ. പിന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു. നല്ല കണ്ണ് നനഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നല്ല സിനിമ. അങ്ങനെയില്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും ഹിന്ദി സിനിമകളിൽ ഒരു വേറെ സിനിമ പോലെ ഫീൽ ചെയ്തത്. ഇങ്ങനെ ഒരു സ്റ്റോറി വെറൈറ്റി ഇതുപോലെ തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ മലയാളം തമിഴ് മൂവീസിലൊക്കെ നമ്മൾ ലൈക്ക് കണ്ണ് നിറയുന്നത് അത്ര ഇതായിട്ടല്ല. ഹിന്ദിയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പടം ഇത്രയും നമ്മൾ കണ്ണ് നിറഞ്ഞിറങ്ങിയിട്ട് വരുന്നത് ഒരാദ്യമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് തന്നെ എടുത്തു പറയാനുള്ളത്. എന്താ പറയാന്ന് അറിഞ്ഞൂടെ, ഭയങ്കര നല്ലൊരു മൂവി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. ഭയങ്കര ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം ഒന്ന് കലർന്നൊരു മൂവിയാണ്. രാജ്കുമാർ ഹിറാനി ഷാരൂഖ് ഖാൻ ഫസ്റ്റ് മൂവിയാണ്. പുള്ളിയുടെ 3 Idiotsഉം അതുപോലെ തന്നെ പല മൂവീസിൻ്റെ ഉള്ള കോമഡി എല്ലാം കുറച്ച് പാർട്സൊക്കെ ഫസ്റ്റ് ഹാഫ് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് പുതിയ ഒരു ആവറേജ് ആയിരുന്നു, കുറച്ചിടത്തൊക്കെ ലാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഭയങ്കരമായി തിരിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട് മൂവി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആളുകളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളും ക്ലൈമാക്സും അവസാനമൊക്കെ നമ്മൾ കരയാതെ ഒരാൾ പോലും തിയേറ്ററിൽ ഇറങ്ങുമെന്ന് തോന്നില്ല. കാരണം സാധാരണ ഹിന്ദി പടത്തിൽ നിന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തേൽ ഭയങ്കരമായി ടീയേഴ്സൊക്കെ ഷെഡായി, വളരെ കണക്റ്റഡായി. പേഴ്സണലി ആണോ എന്നറിയില്ല, എനിക്ക് ഒരുപാട് കണക്റ്റഡായി. വെളിയിലൊക്കെ ഉള്ളവർക്കും ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കരമായി തോന്നുന്ന ഒരു മൂവിയാണ്. അവർക്ക് ഒന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ തോന്നി. ഇന്ത്യ ഇരിക്കുന്നവർക്ക് തന്നെ ഭയങ്കര ഒരു സെൻസ് തോന്നിയ മൂവിയാണ്. പിന്നെ ആക്ടിങ്ങിൽ പറഞ്ഞാൽ തപ്സി പന്നു ഷാരൂഖ് ഖാൻ മത്സരമാണ്. ഭയങ്കരമായ ആക്ടിങ്. എന്നുവെച്ചാൽ എല്ലാ കാസ്റ്റും അൺബിലീവബിൾ കാസ്റ്റാണ്. വിക്കി കൗശലിൻ്റെ കുറച്ച് ക്യാമിയോ ഉള്ളെങ്കിൽ പോലും ആ ഏരിയ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്, ഭയങ്കര അറ്റാച്ച്ഡാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു വളരെ നല്ല മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് എന്തായാലും വരുന്ന നല്ലൊരു മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല ലാഗായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫ് ഇസ് ഓക്കെ. പക്ഷേ ഇത്രയും ഒരുപാട് എക്സ്പെക്റ്റേഷൻ, ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ ഇതിന്. സോ ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ. എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ. ഇമോഷണൽ ആണ്, ബിക്കോസ് റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു ഹിന്ദി മൂവീസ് അങ്ങനെ ഇമോഷണൽ ഇതിൽ വന്നിട്ടില്ല. ലാസ്റ്റൊക്കെ ഇമോഷണൽ ആവുന്നുണ്ട്, ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. പക്ഷേ ഫോർ മീ ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ കൈൻഡ് ഓഫ് എ തിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് അത്രയ്ക്ക് ഇപ്പം റീസെൻ്റ്ലി പറഞ്ഞിരുന്നില്ലേ, ലൈക്ക് ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ഒക്കെ തോന്നി സെൻസർ ബോർഡിന്. എനിക്ക് അങ്ങനെ ഒരു ഇത് സത്യസന്ധമായിട്ട് തോന്നിയില്ല. മൈറ്റ് ബി ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ കൈൻഡ് ഓഫ് എ മൂവി. ഐ ഡോണ്ട് നോ, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എനിക്കങ്ങനെ ജവാൻ്റെ ഒക്കെ ഐ ഡോണ്ട് നോ, എനിക്ക് ആവറേജ് കൈൻഡ് ഓഫ് എ മൂവി ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെയാണ് വന്നത്. ബിക്കോസ് ഞാൻ കേട്ട ന്യൂസും റിവ്യൂസും മറ്റേ പ്രീമിയർ ഷോ കണ്ടവരൊക്കെ പറഞ്ഞ റിവ്യൂസൊക്കെ കാണാൻ ഭയങ്കര ഇതിലാണ് വന്നത്. അതുകൊണ്ടായിരിക്കും ഐ ഫെൽറ്റ് ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. ആവറേജ്, അതായത് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ വന്ന കാരണം ഇറ്റ്സ് ജസ്റ്റ് നോർമൽ, ലൈക്ക് ഓക്കെ, വൺ ടൈം വാച്ച് മൂവി.